ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന +2 ഹിസ്റ്ററിയിലെ 8ാമത്തെ ചാപ്റ്ററാണ്. കർഷകർ, സെമീന്ദാർ, രാഷ്ട്രം, പെസന്റ് സെമീന്ദാർ ആൻഡ് ദി സ്റ്റേറ്റ്, കാർഷിക സമൂഹവും മുഗൾ സാമ്രാജ്യവും, അഗ്രേറിയൻ സൊസൈറ്റി ആൻഡ് ദ മുഗൾ എംപയർ, 16th to 17th centuries. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സമൂഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിവരണമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മുഗൾ കാലഘട്ടത്തിലെ കർഷകരുടെ അവസ്ഥ എന്തായിരുന്നു? സെമീന്ദാർമാരുടെ സ്ഥാനം എന്തായിരുന്നു? സെമീന്ദാർമാർക്ക് കർഷകരോടുള്ള മനോഭാവം എന്തായിരുന്നു? ഇതിൽ രാഷ്ട്രത്തിന്റെ നിലപാട് എന്തെല്ലാമായിരുന്നു എന്നെല്ലാമാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് ക്ലാസ്. 16-17 നൂറ്റാണ്ടുകളിൽ ഏതാണ്ട് 80% ജനങ്ങൾ ഗ്രാമങ്ങളിലാണ് താമസിച്ചിരുന്നത് കേട്ടോ. കർഷകരും ഭൂവുടമകളും തമ്മിൽ സഹകരണവും മത്സരവും ഏറ്റുമുട്ടലും പതിവായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കുറിച്ചെല്ലാമാണ് നമ്മൾ ഇതിൽ വിശദീകരിക്കുന്നത്. മുഗൾ രാഷ്ട്രത്തിന്റെ ഇടപെടലും ഗ്രാമീണ ലോകത്ത് ശക്തമായിരുന്നു. മുഗൾ രാഷ്ട്രത്തിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും കാർഷികോൽപാദനത്തിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. കാർഷിക സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം കർഷകർ അധിവസിക്കുന്ന ഗ്രാമങ്ങളായിരുന്നു. ബേസിക് യൂണിറ്റ് ഓഫ് ദ അഗ്രികൾച്ചർ സൊസൈറ്റി വാസ് ദ വില്ലേജസ്. ഇത്രയും കാര്യങ്ങൾ മുൻനിർത്തി വേണം മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സമൂഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ കാർഷിക സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? സം സോഴ്സസ് ടു റിയലൈസ് അബൌട്ട് ദ അഗ്രേറിയൻ സൊസൈറ്റി ഓഫ് മുഗൾ പീരീഡ്. അപ്പോൾ കർഷകർ അവരെ കുറിച്ച് ഒന്നും എഴുതി വെക്കാറില്ല. ദിസ് വാസ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ദ പെസന്റ് റൈറ്റ്സ് ഡിഡ് നോട്ട് എനിത്തിങ് അബൌട്ട് ദംസെൽവ്സ്. അതിനാൽ ഗ്രാമസമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, അതായത് 16-17 നൂറ്റാണ്ടുകളിലെ കാർഷിക ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന മുഖ്യ സ്രോതസ്സുകളാണ് മുഗൾ രാജസദസ്സിലെ ദിനവൃത്താന്തങ്ങളും പ്രമാണങ്ങളും, ക്രോണിക്കിൾസ് ഓഫ് ദ മുഗൾ എംപയർ. ഈ ദിനവൃത്താന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബുൾ ഫസൽ, അക്ബറിന്റെ സദസ്സിലെ പണ്ഡിതനും കവിയും ചരിത്രകാരനുമായ അബുൾ ഫസൽ എഴുതിയ ഐനി അക്ബരിയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രോണിക്കിൾ ഓഫ് ദ മുഗൾ പീരീഡ്. കൃഷി ഉറപ്പുവരുത്താനും നികുതി പിരിക്കാനും രാഷ്ട്രവും സെമീന്ദാറും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കാൻ രാഷ്ട്രം ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങളെ കുറിച്ച് അബുൾ ഫസൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള റവന്യൂ രേഖകളാണ് മറ്റൊന്ന്. മൂന്നാമതായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകളാണ്. കിഴക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ കാർഷിക സമ്പ്രദായത്തെ കുറിച്ചുള്ള പല വിവരണങ്ങളും നമുക്കതിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ വൺസ് അഗെയിൻ ഐനി അക്ബരി, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള റവന്യൂ രേഖകൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകൾ. ഓൾ ദിസ് ഹെൽപ്പ് ടു റിയലൈസ് ദ അഗ്രികൾച്ചറൽ സൊസൈറ്റി ഓഫ് ദ മുഗൾ പീരീഡ്. നെക്സ്റ്റ്, പെസന്റ്സ് ആൻഡ് ദെയർ ലാൻഡ്സ്. കർഷകരും അവരുടെ ഭൂമികളെ കുറിച്ചാണ്. ഇന്തോ പേർഷ്യൻ രേഖകളിൽ കർഷകരെ സൂചിപ്പിക്കാനായി റയറ്റ്, മുസാരിയൻ എന്നീ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കർഷകരെ സൂചിപ്പിക്കാനായിട്ട് ഏതെല്ലാം പദങ്ങളാണ് ഉപയോഗിക്കുന്നത്? റയറ്റ്, മുസാരിയൻ. മുഗൾ കാലഘട്ടത്തിൽ 2 തരം കർഷകരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഉത്കഷ്ട, 2 പാഹികഷ്ട. ഉത്കഷ്ട എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലെ സ്ഥിരം താമസക്കാരായ കർഷകരാണ് ഉത്കഷ്ട. അവർക്ക് ഗ്രാമങ്ങളിൽ സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നു. ഇത് റെസിഡന്റ് കൾട്ടിവേറ്റേഴ്സ് ആണ്. പാഹികസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായിരുന്നില്ല. അതിനാൽ മറ്റ് ഗ്രാമങ്ങളിൽ കരാർ അടിസ്ഥാനത്തിലാണ് അവർ കൃഷി ചെയ്തിരുന്നത്. അവർ സ്ഥിരാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയോ കൃഷിയിടത്തിൽ സ്ഥിരമായി താമസിക്കുകയോ ചെയ്തിരുന്നില്ല. ചില കൃഷിക്കാർ പാഹികളാകാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നു. ക്ഷാമത്തെ തുടർന്നുള്ള സാമ്പത്തിക വിഷമതകളായിരുന്നു ഇതിന് കാരണം. അപ്പോൾ എന്താണ് ഉത്കഷ്ട, എന്താണ് പാഹികഷ്ട എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. വാട്ട് ആർ ദ 2 type ഓഫ് പെസന്റ്സ് ഇൻ മുഗൾ പീരീഡ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഉത്കഷ്ട, 2 പാഹികസ്ഥ. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഉത്കഷ്ട ആൻഡ് പാഹികസ്ഥ എന്ന് ചോദിച്ചാൽ, ഗ്രാമങ്ങളിൽ സ്ഥിരം താമസക്കാരായ കർഷകരാണ് ഉത്കഷ്ട. മറ്റേതോ പാഹികഷ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? കരാറടിസ്ഥാനത്തിൽ, സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത കരാറടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരാണ് പാഹികസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൂടാതെ ഇൻഡോ ഗ്രീക്ക് രേഖകളിൽ കർഷകരെ സൂചിപ്പിക്കാനായിട്ട് റയറ്റ്, മുസാരിയൻ, കിസാൻ, ആസാമി എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നതിന് മുഗൾ പീരീഡ് പെസന്റ് വാസ് നോൺ ആസ് റയറ്റ്, മുസാരിയൻ, കിസാൻ, ആസാമി.
ഉത്തരേന്ത്യയിലെ ഒരു ശരാശരി കർഷകന് ഒരു ജോഡി കാളകളും 2 കലപ്പകളും മാത്രമേ ഉണ്ടായിരുന്നു എന്നതിൽ നിന്ന് കർഷകരുടെ ആ കാലത്തെ അവസ്ഥ, ദയനീയമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. 6 ഏക്കറോളം ഭൂമിയുള്ള കർഷകനെ ഗുജറാത്തിൽ സമ്പന്നനായാണ് കണ്ടിരുന്നത്. ബംഗാളിൽ ഒരു ശരാശരി കർഷകന്റെ ഭൂമിയുടെ ഉയർന്ന പരിധി 5 ഏക്കറായിരുന്നു. 10 ഏക്കർ ഭൂമിയുള്ള കർഷകനെ സമ്പന്നനായ ആസാമിയായിട്ടാണ് കണ്ടിരുന്നത്. കർഷകർ ഓരോ വയലിന്റെയും അതിരുകൾ മതിൽ കെട്ടിയും മുള്ളുവേലി കണ്ട തരംതിരിച്ചിരുന്നു. ഇതെല്ലാമാണ് ഇന്തോ പേർഷ്യൻ രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജലസേചനവും സാങ്കേതിക വിദ്യയും ഇറിഗേഷൻ ആൻഡ് ടെക്നോളജിയെ കുറിച്ചാണ്. അരി, ഗോതമ്പ്, ധാന്യങ്ങൾ എന്നിവയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ക്രോപ്സ് ഇനി ഹിയർ ഏതെല്ലാമാണ്? അരി, ഗോതമ്പ്. മുഗൾ കാലഘട്ടത്തിലെ കൃഷി മുഖ്യമായും മഴയെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. മൺസൂൺ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ദ അഗ്രികൾച്ചർ. കാലവർഷം കൃഷിയുടെ നട്ടെല്ലായിരുന്നു. മൺസൂൺ വാസ് ദ ബാക്ക് ബോൺ ഓഫ് അഗ്രികൾച്ചർ. എന്നാൽ ഇത് പര്യാപ്തമായിരുന്നില്ല. അതിനാൽ മറ്റു ജലസേചന മാർഗങ്ങൾ ആവിഷ്കരിക്കേണ്ടി വന്നു. ജലസേചന പദ്ധതികൾക്ക് രാഷ്ട്രം പിന്തുണയും പ്രോത്സാഹനവും നൽകിയിരുന്നു. പുതിയ കനാലുകൾ നിർമ്മിച്ചു. മേക്കിംഗ് ന്യൂ കനാൽസ്. രാഷ്ട്രത്തിന്റെ ചുമതലയിൽ പഴയ കനാലുകൾ കേടുപാടുകൾ തീർത്തു. റിപ്പയറിംഗ് ഓൾഡ് വൺ. പഞ്ചാബിലെ ഷാ നഹർ കനാൽ കേടുപാടുകൾ തീർത്തത് ഷാജഹാന്റെ ഭരണകാലത്താണ്. കൂടാതെ കിണർ വെള്ളം ഉപയോഗിച്ച് ജലസേചനം നടത്തിയിരുന്നു. ചക്രവും കാളശക്തിയും ഉപയോഗിച്ചാണ് കിണറുകളിൽ നിന്ന് വെള്ളം എടുത്തിരുന്നതെന്ന് ബാബർ തന്റെ ബാബർനാമയിൽ വിശദീകരിക്കുന്നുണ്ട്. കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കുന്നതിന് ചക്രം, തൊട്ടി, കയർ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നതായി ബാബർ ചൂണ്ടിക്കാണിക്കുന്നു. കന്നുകാലികളെ കൃഷിക്കായി ഉപയോഗിച്ചിരുന്നു. മരക്കലപ്പ ഉപയോഗിച്ചിരുന്നു. ഇരുമ്പ് കൊണ്ടുള്ള കൊഴു ഘടിപ്പിച്ച മരക്കലപ്പയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതൊരു പുത്തൻ സാങ്കേതിക വിദ്യയാണ്. കൂടാതെ കാളകൾ വലിക്കുന്ന ഡ്രിൽ എന്നൊരു ഉപകരണം വിത്തുകൾ നടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. കിളയ്ക്കുന്നതിനും കള പറിക്കുന്നതിനുമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. കർഷകർ പട്ടണങ്ങളിൽ നിന്ന് ഒരു തെളിവോ അടയാളമോ ബാക്കി വെക്കാതെ പലായനം ചെയ്തിരുന്നതായി ബാബർ തന്റെ ബാബർനാമയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ജനങ്ങൾ ജലം ശേഖരിക്കുന്നതിന് ബക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നു. ഇനി നെക്സ്റ്റ് സമൃദ്ധമായ വിളകൾ ആൻഡ് അബണ്ടൻസ് ക്രോപ്സിനെ കുറിച്ചാണ്. ശരത്കാലത്ത് ഖാരിഫ് വിളകളും വസന്തങ്ങളിൽ റാബി വിളകളും കൃഷി ചെയ്തിരുന്നു. സമൃദ്ധമായി മഴ ലഭിക്കുന്ന സ്ഥലത്ത് 3 വിളകൾ നട്ടുവളർത്തിയിരുന്നു. ആഗ്രയിൽ 39 തരത്തിലുള്ള വിളകൾ 2 ഋതുക്കളിലായി ഉത്പാദിച്ചിരുന്നു എന്ന് ഐനി അക്ബരിയിൽ പറയുന്നുണ്ട്. ബംഗാളിൽ മാത്രം 50 തരത്തിലുള്ള അരികൾ ഉത്പാദിപ്പിച്ചിരുന്നു. കൂടാതെ നാണ്യവിളകളും ഉത്പാദിപ്പിച്ചിരുന്നു. ക്യാഷ് ക്രോപ്സ്. മുഗൾ കാലഘട്ടത്തിലെ സ്രോതസ്സുകൾ ജിൻസി കമിൽ എന്നൊരു പദം വിളകളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. ദ മുഗൾ റൂളേഴ്സ് എൻകറേജ്ഡ് ദ പെർഫെക്റ്റ് ക്രോപ്സ്. ഇത് രാജ്യത്തിന് വരുമാനമുണ്ടാക്കുന്ന നാണ്യവിളകൾ ഉപയോഗിച്ചിരുന്നു. ദ ജിൻസി കമിൽ എന്ന പദമാണ് ഇതിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന, നാണ്യവിളകളെ സൂചിപ്പിക്കാനായിട്ട്. പരുത്തി, കരിമ്പ് എന്നിവയായിരുന്നു ഏറ്റവും പ്രമുഖമായ നാണ്യവിളകൾ. കൂടാതെ പയർവർഗ്ഗങ്ങൾ, കടുക് എന്നിവയും ചില സ്ഥലങ്ങളിൽ തുടങ്ങിയ എണ്ണക്കുരുക്കളും ചില സ്ഥലങ്ങളിൽ കൃഷി ചെയ്തിരുന്നു. കാർഷികോൽപാദനത്തിലുണ്ടായ വളർച്ച ജനസംഖ്യ വളർച്ചയ്ക്കും കാരണമായി. ഇനി അവിടുത്തെ വില്ലേജ് കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്, ഗ്രാമ സമുദായത്തെ കുറിച്ചാണ്. കാർഷികോൽപാദനത്തിന്റെ വർധനവ് പല കാർഷിക സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചു. കാർഷിക ബന്ധങ്ങൾ വളർന്നു. സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും വളർന്നു. മുഗൾ കാലഘട്ടത്തിലെ ഗ്രാമ സമുദായത്തിൽ 3 സാമൂഹ്യ വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കൃഷിക്കാർ, രണ്ടാമതായി പഞ്ചായത്ത്, മൂന്നാമത് ഗ്രാമത്തലവൻ. അപ്പൊ അവിടുത്തെ കൃഷിയെ കുറിച്ചാണ്, ജാതിയും ഗ്രാമീണ പരിതസ്ഥിതിയും അങ്ങനെ കൃഷിക്കാരെ കുറിച്ചാണ്. ഗ്രാമ സമൂഹത്തിൽ ജാതീയമായ അസമത്വങ്ങൾ നിലനിന്നിരുന്നു. കൃഷിക്കാർ ഭിന്നജാതീയമായ ഒരു വിഭാഗമായിട്ടാണ് കണ്ടിരുന്നത്. ഹീന ജോലികൾ ചെയ്യുന്ന കർഷകരും ഉണ്ടായിരുന്നു. ചില വിഭാഗങ്ങൾക്ക് ഹീന ജോലിയാണ് നൽകിയിരുന്നത്. ഇവരെ ദരിദ്രരാക്കുകയുണ്ടായി. ദളിതർക്ക് തുല്യമായ സ്ഥാനമാണ് അവർക്കുണ്ടായിരുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഹീനജോലി ചെയ്യുന്ന ഹലാൽ ബോറൻ എന്ന വിഭാഗത്തെ ഗ്രാമത്തിന്റെ അതിരുകൾക്ക് വെളിയിലാണ് താമസിക്കാൻ അനുവദിച്ചിരുന്നത്. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ജാതീയതയും ദാരിദ്ര്യവും നിലനിന്നിരുന്നു. സാമൂഹ്യ പദവി കൂടിയവരും ഉണ്ടായിരുന്നു. ചില കർഷകർ പദവിയിലൂടെ
ജാതി ശ്രേണിയിൽ ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കി. മധ്യകാല കാർഷിക സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ജാതി ഒരു പ്രധാന പങ്ക് വഹിച്ചു. ചില ജാതികൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സാമൂഹ്യ പദവിയിൽ ഉയരാൻ കഴിയുമായിരുന്നു. കാസ്റ്റ്, പോവർട്ടി, സോഷ്യൽ സ്റ്റാറ്റസ് വേർ റിലേറ്റഡ്. ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കാസ്റ്റും പോവർട്ടിയും സോഷ്യൽ സ്റ്റാറ്റസും. നെക്സ്റ്റ് പഞ്ചായത്തിനെ കുറിച്ചും അവിടുത്തെ തലവന്മാരെ കുറിച്ചാണ്. ഗ്രാമപഞ്ചായത്ത് തല മുതിർന്നവരുടെ ഒരു സഭയായിരുന്നു. അസംബ്ലി വാസ് ദ വില്ലേജ് എൽഡേഴ്സിന്റെ ഒരു സഭയായിരുന്നു ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ അംഗങ്ങൾ ഗ്രാമത്തിലെ പ്രധാനികളായിരുന്നു. ഹീന ജോലി ചെയ്യുന്നവർക്കും കർഷകർക്കും ഇതിൽ പ്രാതിനിധ്യം ലഭിച്ചിരുന്നില്ല. പഞ്ചായത്തുകളിൽ ചിലതിൽ മാത്രം ചിലരിൽ മാത്രം അധികാരം നിക്ഷിപ്തമായിരുന്നു. ഈ ഭരണ സംവിധാനം ഒരു ഒളിഗാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ് ആയിരുന്നു. ഇറ്റ്സ് റൂൾഡ് ബൈ സം ഗ്രൂപ്പ് ഓഫ് ദ എഫിഷ്യന്റ് പീപ്പിൾ. ചില ആളുകളുടെ കയ്യിൽ മാത്രമായിരുന്നു ഭരണം. പഞ്ചായത്തുകൾ എടുത്ത തീരുമാനങ്ങൾ എല്ലാ അംഗങ്ങൾക്കും ബാധകമായിരുന്നു. പഞ്ചായത്തിന്റെ തലവൻ മുഖത്തം അഥവാ മണ്ഡൽ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ മുഗൾ പീരീഡ് വില്ലേജ് ഹെഡ് വാസ് നോൺ ആസ് മുഖത്തം അല്ലെങ്കിൽ മണ്ഡൽ. തല മുതിർന്നവരാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിരിച്ചുവിടുമായിരുന്നു. വരവ് ചെലവ് കണക്കുകളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് അദ്ദേഹമാണ് മുഖത്തം. ഹു വാസ് ദ സൂപ്പർവൈസർ ഓഫ് ദ വില്ലേജ് അക്കൗണ്ട്സ്. അദ്ദേഹത്തെ സഹായിക്കാനായി പട്വാരി എന്നൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പട്വാരി എന്നൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അന്നത്തെ പ്രധാന വരുമാന മാർഗം നികുതിയായിരുന്നു. ക്ഷേമ പ്രവർത്തനത്തിന് ഈ ഫണ്ട് ഉപയോഗിച്ചു. അണകൾ കെട്ടാനും തോടുകൾ നിർമ്മിക്കാനും ഇത് ഉപയോഗിച്ചു. വിവാഹങ്ങൾ പഞ്ചായത്ത് തലവന്റെ സാന്നിധ്യത്തിലായിരുന്നു, മണ്ഡലിന്റെ സാന്നിധ്യത്തിലായിരുന്നു. ജാതി നിയമങ്ങൾ സംരക്ഷിക്കുക, വഴക്ക് തീർക്കുക, ജാതി നിയമങ്ങളുടെ ലംഘനം തടയുക, പിഴകൾ ചുമത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ കടമകൾ. സമുദായത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരവും ഗ്രാമപഞ്ചായത്തുകൾക്ക് ഉണ്ടായിരുന്നു. നിയമങ്ങൾ ലംഘിക്കുന്നവരെ ഗ്രാമങ്ങളിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരവും ഉണ്ടായിരുന്നു. പുറത്താക്കപ്പെട്ട വ്യക്തി ഗ്രാമം വിട്ടുപോകാൻ നിർബന്ധിതനാവുകയും ജാതി ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഓരോ ജാതിക്ക് സ്വന്തം ജാതി പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു. ജാതി പഞ്ചായത്തുകളെ കുറിച്ച് എക്സാമിന് ചോദിക്കാട്ടോ. അംഗങ്ങൾക്കിടയിലെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട അംഗങ്ങൾക്കിടയിലെ വസ്തുക്കൾ സംബന്ധിച്ച തർക്കങ്ങൾ തീർക്കുക, ഡിസ്പ്യൂട്ട് തീർക്കുക എന്നതായിരുന്നു ജാതി പഞ്ചായത്തുകളുടെ കർത്തവ്യം. ഭൂമിയിൽ മേലുള്ള തർക്കങ്ങൾക്കും മധ്യസ്ഥത വഹിക്കുക, വിവാഹ നിയമങ്ങൾക്ക് അനുസരിച്ചാണോ എന്ന് നോക്കുക എന്നിവയെല്ലാം ജാതി പഞ്ചായത്തുകളുടെ കടമകളായിരുന്നു. ജാതി പഞ്ചായത്തുകൾ ഗ്രാമവാസികളുടെ അവകാശങ്ങൾക്കും താല്പര്യങ്ങൾക്കും സംരക്ഷണം നൽകി. അമിത നികുതി ആവശ്യപ്പെടുന്ന വരേണ്യ വിഭാഗത്തിനെതിരെയുള്ള പരാതികൾക്ക് തീർപ്പ് കൽപ്പിച്ചു. ജാതിപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ചു. പിന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ സെമീന്ദാർമാർക്കെതിരെയുള്ള പരാതികളും ജാതി പഞ്ചായത്തിലാണ് നൽകിയിരുന്നത്. ഗ്രാമം വിട്ടുപോവുക എന്നൊരു സമരമാർഗമാണ് അവിടുത്തെ കർഷകർ സ്വീകരിച്ചിരുന്നത്. ഈ വില്ലേജ് ആർട്ടിസനെ കുറിച്ചാണ്. ഓരോ ഗ്രാമത്തിലും ധാരാളം കൈത്തൊഴിലാളികളും കരകൗശല വിദഗ്ധരും ഉണ്ടായിരുന്നു. മിക്കവരും ഗ്രാമങ്ങളിലാണ് താമസിച്ചിരുന്നത്. കൈത്തൊഴിലുകാരെയും കർഷകരെയും വേർതിരിക്കുക എളുപ്പമായിരുന്നില്ല. കർഷകർ ചായ മുക്കൽ, വസ്ത്രങ്ങളുടെ ചിത്രപ്പണി, മൺപാത്ര നിർമ്മാണം, കാർഷികോപകരണങ്ങളുടെ നിർമ്മാണം തുടങ്ങിയ കരകൗശല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ കർഷകർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഗ്രാമത്തിലെ കൈത്തൊഴിലുകാരായ കുശന്മാർ, കരുവാന്മാർ, ആശാരിമാർ, സ്വർണ്ണപ്പണിക്കാർ മുതലായവർ ഗ്രാമീണർക്ക് സേവനങ്ങൾ നൽകി. ഇതിന് പകരമായി വിളവിന്റെ ഒരു പങ്കോ ഭൂമിയോ അവർക്ക് കൊടുത്തു. തുടർന്ന് ഇത് കൈത്തൊഴിലാളികളുടെ പരമ്പരാഗത ഭൂമിയായി തീർന്നു. മിരാസ് അഥവാ വാർഡൻ എന്ന പേരിലാണ് ഈ ഭൂമി അറിയപ്പെടുന്നത്. അപ്പോൾ മിരാസ്, ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. മിരാസ് അഥവാ വാർഡൻ, ഇത് കൈത്തൊഴിലുകാർക്ക് കൊടുത്തിരുന്ന ഭൂമിയാണ്. അത് പിന്നീട് അവരുടെ പരമ്പരാഗത ഭൂമിയായി തീർന്നു. ഇതിനാണ് മിരാസ് അഥവാ വാർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ബംഗാളിലെ സെമീന്ദാർമാർ കൈത്തൊഴിലാളികളുടെ സേവനത്തിന് പകരമായി പണം കൊടുത്തിരുന്ന ഈ സമ്പ്രദായം ജജ്മാനി സമ്പ്രദായം എന്നറിയപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനും ദിനപത്തയുമായിട്ട് എന്ത് കൊടുത്തിരുന്നു? സേവനത്തിന് പകരമായിട്ട് പണം കൊടുത്തിരുന്നു. ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജജ്മാനി സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ
ഈ ഗ്രാമങ്ങളെ ചെറിയ റിപ്പബ്ലിക്, ലിറ്റിൽ റിപ്പബ്ലിക് എന്നാണ് വിളിച്ചിരുന്നത്. വിഭവങ്ങളും അധികാരവും പങ്കുവച്ചിരുന്നു. വ്യക്തിപരമായ സ്വത്തവകാശം ഉണ്ടായിരുന്നു. എന്നാൽ ജാതീയമായ കടുത്ത വിവേചനം ഉണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങളെ ചൂഷണം ചെയ്തിരുന്നു. നികുതിയും വേതനവും കൂലിയും പ്രതിഫലമായി പണമായി നൽകുന്ന സമ്പ്രദായം ഇക്കാലത്ത് വികാസം പ്രാപിച്ചു. അതോടുകൂടി പണ ഇടപാടുകൾ കൂടുതലായി. പണ ഇടപാടുകാർ ഇല്ലാത്ത ഇന്ത്യൻ ഗ്രാമങ്ങൾ കുറവായിരുന്നു എന്നൊരു ഫ്രഞ്ച് യാത്രികൻ എഴുതുന്നുണ്ട്. ഈ കാലത്ത് പണം ഇടപാടുകൾ കൂടുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ്, വുമൺ ഇൻ ദ അഗ്രേറിയൻ സൊസൈറ്റി. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വുമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി ഇൻ മുഗൾ പീരീഡ്. കാർഷിക സമൂഹത്തിലെ സ്ത്രീകളെ കുറിച്ചാണ്. മധ്യകാലഘട്ടത്തിലെ കാർഷിക സമൂഹത്തിൽ സ്ത്രീകൾക്ക് സുപ്രധാനമായൊരു പങ്ക് ഉണ്ടായിരുന്നു. സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തോൾ ചേർന്ന് നിന്ന് വയലുകൾ പണിയെടുത്തു എന്നാണ് പറയുന്നത്. ഷോൾഡർ ടു ഷോൾഡർ. വിത്ത് വിതയ്ക്കുകയും കള പറിക്കുകയും പതിരുകൾ നീക്കം ചെയ്യുകയും സ്ത്രീകളുടെ കടമയായിരുന്നു. കുടുംബത്തിന്റെ മുഴുവൻ അധ്വാനവും ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. എന്നാൽ സ്ത്രീകളുടെ ജീവശാസ്ത്രപരമായ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ പല കാർഷിക ജോലിയിൽ നിന്നും വിലക്കിയിരുന്നു. കൈത്തൊഴിലുകളായ നൂൽനൂൽപ്പ്, മൺപാത്ര നിർമ്മാണത്തിനുള്ള മണ്ണ് കുഴയ്ക്കൽ, തുന്നൽ പണി എന്നിവ സ്ത്രീകളുടെ അധ്വാനത്തെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. തങ്ങളുടെ തൊഴിൽദായകരുടെ വീട്ടിലും അവർ ജോലിക്ക് പോയിരുന്നു. വാണിജ്യവൽക്കരണത്തോടെ സ്ത്രീകളുടെ അധ്വാനത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു. സ്ത്രീകളുടെ മരണനിരക്ക് ഈ സമയത്ത് വളരെ കൂടി. പോഷകാഹാര കുറവും തുടർച്ചയായ ഗർഭധാരണവും ഗർഭസമയത്തുള്ള മരണവും ഇതിന് കാരണമായി. സ്ത്രീകളുടെ എണ്ണത്തിൽ കുറവ് വന്നു. അതോടുകൂടി പുതിയൊരു നിയമം വന്നു. അതോടുകൂടി വരന്റെ വീട്ടുകാർ വധുവിന് സ്ത്രീധനം നൽകുന്നൊരു സമ്പ്രദായം ആരംഭിച്ചു. വിധവകൾക്ക് പുനർവിവാഹത്തിനുള്ള അനുമതി ലഭിച്ചു. സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ ദുഷ്ടപ്രവൃത്തിക്കെതിരെ പഞ്ചായത്തിൽ പരാതിപ്പെടാമായിരുന്നു. സ്ത്രീകൾ പഞ്ചായത്തുകൾക്ക് അയച്ച പരാതികൾ രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ച രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂപ്രഭുക്കന്മാരുടെ കുടുംബങ്ങളുടെ സ്ത്രീകളുടെ അവസ്ഥ വളരെ മെച്ചപ്പെട്ടതായിരുന്നു. പൈതൃകമായി സ്വത്ത് ലഭിക്കാനുള്ള അവകാശവും ഈ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ഫോറസ്റ്റിനെ കുറിച്ചും ട്രൈബ്സിനെ കുറിച്ചാണ്. മുഗൾ കാലഘട്ടത്തിലെ കാടുകളും ഗോത്രങ്ങളും 40% വനപ്രദേശമായിരുന്നു. മധ്യകാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പൂർവേന്ത്യയിലും വൻ കാടുകൾ ഉണ്ടായിരുന്നു. വനവാസികളെ ജംഗ്ലി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ മുഗൾ കാലഘട്ടത്തിലെ വനവാസികൾ, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്, ജംഗ്ലി എന്നാണ് വിളിച്ചിരുന്നത്. വനോൽപ്പന്നങ്ങൾ ശേഖരിച്ച് നായാടിയും ജീവിച്ചിരുന്ന വനവാസികളാണ് ജംഗ്ലികൾ. അവർ ഒരിടത്ത് സ്ഥിരമായി താമസിച്ചിരുന്നില്ല. പല സ്ഥലങ്ങളിലും മാറി മാറി താമസിക്കുകയാണ് ഉണ്ടായത്. വനവാസികളിൽ നിന്ന് നികുതിയായി ആനകളെ പിരിച്ചെടുത്തിരുന്നു. ചക്രവർത്തിയുടെ നായാട്ട് പര്യടനങ്ങൾ പ്രജകളുടെ ആവലാതി കേൾക്കാൻ അവസരം നേകി. കൊട്ടാരത്തിലെ കലാകാരന്മാരുടെ ചിത്രങ്ങൾ നായാട്ട് ഒരു പ്രധാന വിഷയമായിരുന്നു. കൃഷിയുടെ വാണിജ്യവൽക്കരണ വനവാസികളുടെ ജീവിതത്തെ ബാധിച്ചു. തേൻ, മരക്കറ, പശ, അരക്കു തുടങ്ങിയവ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ആനകളുടെയും വിൽപ്പന നടത്തിയിരുന്നു. ഗോത്രങ്ങൾ അവരുടെ മുഖ്യന്മാർ, ഓരോ ഗോത്രത്തിലും അവർക്ക് മൂപ്പന്മാർ ഉണ്ടായിരുന്നു. ഇവരിൽ പലരും പിൽക്കാലത്ത് സെമീന്ദാർമാരായി തീർന്നു. ചിലർ രാജപദവിയിൽ വരെ എത്തി. ഇവരെ കുറിച്ച് ഐനി അക്ബരിയിൽ പരാമർശിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമായ സെമീന്ദാർമാരെ കുറിച്ചാണ്. സെമീന്ദാർമാർക്ക് കാർഷിക സമൂഹത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അവർ ഭൂമിയുടെ യജമാനന്മാരായിരുന്നു. കൃഷിയായിരുന്നു അവരുടെ ജീവിതമാർഗമെങ്കിലും അവർ കാർഷികോൽപാദനത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. സെമീന്ദാർമാർക്ക് സാമൂഹ്യ സാമ്പത്തിക ആനുകൂല്യങ്ങൾ, സമൂഹത്തിൽ ഉന്നത പദവി സ്ഥാനവും ലഭിച്ചിരുന്നു. ഇതിനുള്ള രണ്ട് ഘടകങ്ങളാണ് ഇതിന് കാരണമായി പറയുന്നത്. ഒന്ന്, അവരുടെ ജാതിയാണ്. സെമീന്ദാർമാരെല്ലാം ഉയർന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു. അവർ രാഷ്ട്രത്തിന് നൽകിയ സേവനങ്ങളാണ് രണ്ടാമത്തെ ഘടകം. സെമീന്ദാർമാർക്ക് വിപുലമായ സ്വകാര്യ ഭൂമികൾ ഉണ്ടായിരുന്നു. മിൽക്കിയാത്ത് എന്നാണ് അവയെ വിളിച്ചിരുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. മിൽക്കിയാത്ത്, സെമീന്ദാർമാരുടെ സ്വകാര്യ ഭൂമികളാണ് മിൽക്കിയാത്ത്. മിൽക്കിയാത്ത് ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന സെമീന്ദാർമാരുടെ സ്വകാര്യ ഉപയോഗത്തിന് വേണ്ടിയാണ്.
കൂലി വേലക്കാരാണ് ഇതിൽ കൃഷിപ്പണി ചെയ്തിരുന്നത്. രാഷ്ട്രത്തിന് വേണ്ടി നികുതി പിരിക്കാനുള്ള അവകാശവും അവർക്ക് ലഭിച്ചിരുന്നു. ഈ ഭൂമി സ്വന്തം ഇഷ്ടപ്രകാരം വിൽക്കാനും പണയപ്പെടുത്താനും അവർക്ക് കഴിയുമായിരുന്നു. സെമീന്ദാർമാരുടെ അധികാരത്തിന്റെ രണ്ടാമത്തെ ഉറവിടമായി പറയുന്നത് സൈനികർക്ക് മേലുള്ള അവരുടെ നിയന്ത്രണമാണ്. മിക്ക സെമീന്ദാർമാർക്കും കരുത്തുറ്റ കോട്ടകൾ ഉണ്ടായിരുന്നു. കുതിരപ്പടയും കാലാൾപ്പടയും പീരങ്കിപ്പടയും ഉൾപ്പെടെ സൈനിക സംഘവും അവർക്കുണ്ടായിരുന്നു. സെമീന്ദാർമാർക്ക് ഉന്നത സ്ഥാനം ഉണ്ടായിരുന്നതായി അബുൽ ഫസൽ വിവരിക്കുന്നുണ്ട്. എന്നാൽ സമൂഹത്തിന്റെ താഴെ തട്ടിലായിരുന്നു കർഷകന്റെയും കീഴ്ജാതിക്കാരുടെയും സ്ഥാനം. ഈ മുഗൾ സാമൂഹ്യ ഘടനയെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും മുകളിൽ സെമീന്ദാർമാരാണ്. ഇതൊരു ബ്രാഹ്മണ രജപുത്ര കൂട്ടുകെട്ടാണ്. രണ്ടാമതായിട്ട് പറയുന്നത് 3 മധ്യസ്ഥിത ജാതികളാണ്. മുസ്ലിം സെമീന്ദാർമാർ, 4 കർഷകർ, കീഴ്ജാതിക്കാർ എന്നിങ്ങനെ. കരുത്തരായ സൈനിക പ്രമാണികൾ ദുർബലരായ ജനങ്ങളുടെ ഭൂമി പിടിച്ചെടുത്ത് അവരുടെ സെമീന്ദാരികൾ വ്യാപിപ്പിച്ചു. അവകാശ കൈമാറ്റത്തിലൂടെ രാജാക്കന്മാരുടെ ഉത്തരവിലൂടെ ധാരാളം ഭൂമി അവർക്ക് ലഭിക്കുകയുണ്ടായി. കൂടാതെ അവർ ധാരാളം ഭൂമി വില കൊടുത്ത് വാങ്ങുകയുണ്ടായി. ഇത് താഴെ ജാതിയിൽപ്പെട്ടവർക്ക് സെമീന്ദാർമാരുടെ പദവിയിലേക്ക് ഉയരാൻ കാരണമായി. അപ്പോൾ സെമീന്ദാർമാരുടെ പദവി ഉയർത്തിയ കാരണങ്ങളാണ് ഒരിക്കൽ കൂടി പറയുന്നത്. സെമീന്ദാർമാരുടെ പദവിക്കും അധികാരത്തിനുമുള്ള പ്രധാന സ്രോതസ്സുകൾ എന്തെല്ലാമായിരുന്നു? ഉയർന്ന ജാതി, രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സേവനങ്ങൾ, സ്വകാര്യ ഭൂമിയുടെ ഉടമസ്ഥത, രാഷ്ട്രത്തിന് വേണ്ടി നികുതി പിരിക്കാനുള്ള അവകാശം, കോട്ടകളുടെയും സൈന്യത്തിന്റെയും മേലുള്ള നിയന്ത്രണം എന്നിവ. കാർഷിക ഉപകരണങ്ങൾ പണവായ്പയും നൽകിക്കൊണ്ട് കർഷകരെയും അവർ ഭൂമിയിൽ കുടിയേറി താമസിക്കാൻ അനുവദിച്ചു. ഇത് ഗ്രാമപ്രദേശങ്ങളുടെ നാണയവൽക്കരണ പ്രക്രിയ ത്വരിതപ്പെടുത്തി. സെമീന്ദാർമാർ ധാരാളം കമ്പോളങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ സെമീന്ദാർമാർ ഒരു ചൂഷക വർഗമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വിവിധ മാർഗത്തിലൂടെ അവർ കർഷകരെ ചൂഷണം ചെയ്തു. എന്നാൽ സെമീന്ദാർമാരും കർഷകരും തമ്മിൽ നല്ല ബന്ധം നിലനിന്നിരുന്നു എന്ന് ഭക്തി സന്യാസിമാർ സൂചിപ്പിക്കുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ധാരാളം കർഷക കലാപങ്ങൾ നടന്നെങ്കിലും അത് രാഷ്ട്രത്തിനെതിരെയായിരുന്നു, അല്ലാതെ സെമീന്ദാർമാർക്ക് എതിരെ ആയിരുന്നില്ല. അപ്പോൾ സെമീന്ദാർമാരും കർഷകരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. കർഷകരും ഒരു പിതൃനിർവിശേഷത, രക്ഷാകർതൃത്വം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ബന്ധമാണ് കർഷകരും സെമീന്ദാർമാരും തമ്മിൽ നിലനിന്നിരുന്നു എന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഭൂനികുതി സമ്പ്രദായത്തെ കുറിച്ചാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. മുഗൾ കാലഘട്ടത്തിലെ ഭൂനികുതി സമ്പ്രദായം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭൂമിയായിരുന്നു. ഭൂനികുതിയായിരുന്ന രാഷ്ട്രത്തിന്റെ പ്രധാന വരുമാന മാർഗം. റവന്യൂ വകുപ്പിന്റെ തലവനെ ദിവാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റവന്യൂ വകുപ്പിന്റെ തലവനെ ദിവാൻ എന്നാണ് വിളിച്ചിരുന്നത്. സാമ്രാജ്യത്തിന്റെ ധനവിനിയോഗ വ്യവസ്ഥയുടെ മേൽനോട്ടം അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാനായി അമിൽ ഗുസാൻ എന്നൊരു റവന്യൂ കളക്ടറും ധാരാളം ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഇൻ മുഗൾ പീരീഡ് അമിൽ ഗുസാൻ വാസ് ദ ഓഫീസർ ഓഫ് റവന്യൂ. ഭൂനികുതി വ്യവസ്ഥയിൽ 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് നികുതി നിർണയിക്കുക, രണ്ടാമത്തെ നികുതി പിരിവ്. ഭൂനികുതി വ്യവസ്ഥയിലെ ആദ്യഘട്ടം കർഷകർ നൽകേണ്ട ഭൂമിയുടെ സംഖ്യ നിർണയിക്കുന്നു. ഇങ്ങനെ നിർണയിക്കപ്പെട്ട സംഖ്യയെ ജമ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നിർണയിക്കപ്പെട്ട ഭൂമിയെ ജമ എന്ന് വിളിക്കുന്നു. തുടർന്ന് പിരിച്ചെടുത്ത സംഖ്യയെ ഹസിൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ജമ, എന്താണ് ഹസിൽ? നിർണയിക്കപ്പെട്ട സംഖ്യയാണ് ജമ, പിരിച്ചെടുത്ത സംഖ്യയാണ് ഹസിൽ. ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. കർഷകർക്ക് ഭൂനികുതി പണമായോ സാധനങ്ങളായോ അടയ്ക്കാമായിരുന്നു. ഓരോ പ്രവിശ്യയിലും കൃഷിയുള്ളതും അല്ലാത്തതുമായ ഭൂമിയെ ഗവൺമെന്റ് അളന്ന് തിട്ടപ്പെടുത്തി. ഭൂമി അളക്കുന്നതിന് വേണ്ടി ജരീബ് എന്നൊരു ഉപകരണം ഉപയോഗിച്ചിരുന്നു. ന്യൂ ഇൻസ്ട്രുമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മുഗൾ. അതാണ് ജരീബ്, ഭൂമി അളക്കുന്നതിന് വേണ്ടി. അക്ബറിന്റെ ഭരണകാലത്ത് കാർഷിക ഭൂമിയെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു. എന്തായിട്ട് ഐനി അക്ബരിയിൽ അബുൽ ഫസൽ പറയുന്നുണ്ട്. പൊളാജ് എന്നാണ് ആദ്യത്തത്. എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന ഭൂമിയാണ് പൊളാജ്. പറാട്ടി, 1-2 വർഷം കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്നതാണ് പറാട്ടി. ചച്ചാർ, 3-4 വർഷം തരിശായി കിടക്കുന്ന ഭൂമി.
നാലാമതായിട്ട് ബഞ്ചാർ, 5 അതിലധികമോ വർഷം തരിശായി കിടക്കുന്ന ഭൂമിയാണ് ബഞ്ചാർ. അപ്പോൾ ഈ നാലായിട്ട് തരംതിരിച്ചത് പൊളാജി, പറാട്ടി, ചഞ്ചാർ, ബഞ്ചാർ. ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. കൂടാതെ വിളവിന്റെ അടിസ്ഥാനത്തിൽ നല്ലത്, ഇടത്തരം, മോശം എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. ഓരോ തരം ഭൂമിയിൽ നിന്നും വ്യത്യസ്ത തരം നികുതിയാണ് ഈടാക്കിയത്. ശരാശരി ഉൽപാദനത്തിന്റെ 1/3 ഭാഗമാണ് ഗവൺമെന്റ് നികുതിയായി കണക്കാക്കപ്പെട്ടിരുന്നത്. കൂടാതെ പുകയിലയുടെ ഉപയോഗം നിരോധിച്ച മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ എന്നൊരു ഭാഗം കൂടി ഇതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മാൻസബ്ദാരി സിസ്റ്റം. മാൻസബ്ദാരി സമ്പ്രദായം ഇതൊരു മിലിറ്ററി സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബറാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അക്ബർ. സിവിൽ സൈനിക പദവികൾ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യവസ്ഥയാണിത്. മാൻസബ് എന്ന വാക്കിന്റെ അർത്ഥം സ്ഥാനം അല്ലെങ്കിൽ പദവി എന്നാണ്. മാൻസബ് എന്ന പദവി ലഭിക്കുന്ന ഉദ്യോഗസ്ഥൻ മാൻസബ്ദാർ എന്ന പേരിൽ അറിയപ്പെട്ടു. അക്ബർ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മാൻസബ് എന്ന പദവി നൽകി. മാൻസബ് പദവി ലഭിച്ച ഉദ്യോഗസ്ഥന്മാർ അവരുടെ കീഴിൽ നിശ്ചിത എണ്ണം കുതിരപ്പടയാളികളെ നിലനിർത്തണമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയിൽ തന്നെ സിവിലും സൈനികവുമായ ചുമതലകൾ യോജിപ്പിക്കാൻ അക്ബറിന് കഴിഞ്ഞു. ചില മാൻസബ്ദാർമാർക്ക് ശമ്പളം പണമായാണ് നൽകിയിരുന്നത്. എന്നാൽ ഭൂരിഭാഗം പേർക്ക് ശമ്പളത്തിന് പകരം ഭൂമിയാണ് നൽകിയിരുന്നത്. ഇതിനെ ജാഗിർ എന്ന് വിളിക്കുന്നു. ഇവിടെ നിന്ന് റവന്യൂ പിരിക്കാനുള്ള അധികാരം മാൻസബ്ദാറിന് ഉണ്ടായിരുന്നു. മാൻസബ്ദാർമാരെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റിയിരുന്നു. അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലെ മാൻസബ്ദാരി സിസ്റ്റത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നെക്സ്റ്റ്, അബുൾ ഫസൽ അല്ലാമിയുടെ ഐനി അക്ബരിയെ കുറിച്ചാണ്. മുഗൾ ഇന്ത്യയിലെ കാർഷിക ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് സഹായകമായ സ്രോതസ്സുകളിൽ ഏറ്റവും വിലയേറിയ ഒന്നാണ് അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം ചരിത്രകാരനായിരുന്ന അബുൾ ഫസൽ അല്ലാമി എഴുതിയ ഐനി അക്ബരി. അക്ബർ നാമ തയ്യാറാക്കുന്നതിന് അബുൾ ഫസൽ 13 വർഷങ്ങൾ ചെലവഴിച്ചു. 1598 ചക്രവർത്തിയുടെ 42ാം ഭരണവർഷത്തിൽ അക്ബർ നാമയുടെ രചന പൂർത്തിയായി. അക്ബർ നാമയുടെ ഒരു ഭാഗമാണ് ഐനി അക്ബരി. അക്ബർ നാമയിൽ 3 പുസ്തകങ്ങളുണ്ട്. ഒന്നാമത്തെ പുസ്തകം അക്ബറിന് മുമ്പുള്ള മുഗൾ ചക്രവർത്തിമാരുടെ രാഷ്ട്രീയ ചരിത്രമാണ് പറയുന്നത്. രണ്ടാമത്തെ പുസ്തകം അക്ബറിന്റെ ഭരണം പറയുന്നു. മൂന്നാമത്തെ പുസ്തകമാണ് ഐനി അക്ബരി. രാജകീയ നിയമങ്ങളുടെ ഒരു ശേഖരമാണിത്. സാമ്രാജ്യത്തിന്റെ ഭൂവിതരണ ഗ്രന്ഥവുമാണ് ഇത്. ഭരണ സമ്പ്രദായ, സൈന്യം, വരുമാന സ്രോതസ്സുകൾ, ജനങ്ങളുടെ സാംസ്കാരിക മതപരമായ പാരമ്പര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിവരം നൽകുന്ന ഒരു കൃതിയാണ് ഇത്. ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളെ കുറിച്ചും വിവിധ പ്രവശ്യകളെ കുറിച്ചും വിശദമായിട്ടുള്ള വിവരണം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു. അക്ബറിന്റെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് വിവരം നൽകുന്ന അറിവിന്റെ ഒരു ഖനിയാണ് ഐനി അക്ബരി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ഈ കൃതിയെ കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസമായി നമുക്ക് പറയാനുള്ള, ഇതൊരു മുകളിൽ നിന്നുള്ള ഒരു വീക്ഷണമാണ്, കേന്ദ്രത്തിന്റെ വീക്ഷണമാണ്. കാരണം കർഷകർ അവരെ കുറിച്ചൊരു രേഖകൾ എഴുതി സൂക്ഷിച്ചിരുന്നില്ല എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. ഐനി അക്ബരിയിൽ 5 പുസ്തകങ്ങളുണ്ട്. അവയെ ദഫ്താർസ് എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ദഫ്താർസ്. ഐനി അക്ബരിയിൽ 5 പുസ്തകങ്ങളാണുള്ളത്. ഇതിനെ ദഫ്താർസ് എന്നാണ് വിളിക്കുന്നത്. ഒന്ന്, മൻസിൽ അവധി, രാജധാനി അതിന്റെ പരിപാലനത്തെ കുറിച്ചാണ് ഒന്നാമത്തെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. 2, സിപ്പ അവധി, സിവിൽ സൈനിക ഭരണവും പരിചാരകരുടെ നിയമനം എന്നിവയെ കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. രാജകീയ ഉദ്യോഗസ്ഥന്മാർ, കവികൾ, കലാകാരന്മാർ എന്നിവരുടെ ജീവചരിത്രക്കുറിപ്പാണ് ഇത്. മൂന്നാമതായി മുൾക്ക് അവധി, റവന്യൂ നിരക്കുകൾ ആണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. സാമ്രാജ്യത്തിലെ 12 പ്രവിശ്യകളെ കുറിച്ചുള്ള വിവരണങ്ങൾ. പ്രവിശ്യ അഥവാ സുബകളുടെ വിഭജനം, സർക്കാരുകൾ, പർഗാനകൾ, മഹല്ലുകൾ എന്നിവയായി തിരിച്ചത്, അളന്നു തിട്ടപ്പെടുത്തിയ പ്രദേശം, നിർണയിക്കപ്പെട്ട നികുതി എന്നിവയെ കുറിച്ചുള്ള വിവരണമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ മൂന്നാമത്തെ പുസ്തകമായ മുൾക്ക് അബനി ഉത്തരേന്ത്യയിലെ കാർഷിക സമൂഹത്തെ കുറിച്ച് സമഗ്രമായ വിവരണങ്ങൾ നൽകുന്നു. 4-5 പുസ്തകങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മതപരവും സാഹിത്യപരവും സാംസ്കാരികപരവുമായ പാരമ്പര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു. അക്ബറിന്റെ മഹത് വചനങ്ങളുടെ ഒരു ശേഖരം കൂടിയാണിത്. നെക്സ്റ്റ്, അക്ബർ ചക്രവർത്തിയുടെ പ്രവിശ്യ ഭരണത്തെ കുറിച്ചാണ്. പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. അക്ബറിന്റെ സാമ്രാജ്യത്തെ 12 പ്രവിശ്യകളാക്കി.
സുബകളാക്കി തിരിച്ചിരുന്നു. ഈ സുബകളെ സർക്കാരുകളാക്കി, സർക്കാരുകളെ പർഗാനകളാക്കി തരം തിരിച്ചിരുന്നു എന്നാണ് അബുൾ ഫസൽ തൻ്റെ ഐനി അക്ബരിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഇതിൻ്റെ ലിമിറ്റേഷൻസ്, നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ആണ്. ഐനി അക്ബരിയുടെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഇത് സംഖ്യകൾ കൂട്ടിയെഴുതുമ്പോൾ ധാരാളം പിശകുകൾ സംഭവിച്ചിട്ടുണ്ട്. കൂട്ടുമ്പോഴും പകർത്തി എഴുതുമ്പോഴും ഉണ്ടായ പിശകുകളാണ് ഇതിന് കാരണം. ഇതിൻ്റെ ലിമിറ്റേഷൻസായി മറ്റു പറയുന്നത്, ഈ വിവരണങ്ങൾ എല്ലാ പ്രവിശ്യയിൽ നിന്നും വിവരണങ്ങൾ ശേഖരിച്ചിട്ടില്ല. വില, കൂലി എന്നിവയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. ചില പ്രദേശങ്ങളുടെ മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. എന്നാലും അക്കാലത്തെ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് വിവരണം നൽകുന്ന പ്രാമാണികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഐനി അക്ബരി. സാമ്രാജ്യത്തിലെ ജനങ്ങളെക്കുറിച്ച്, ഉത്പാദനത്തെക്കുറിച്ച് വിലപ്പെട്ട വിവരണങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നു. അക്കാലത്തെ ചരിത്രകാരന്മാർ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. സാമ്രാജ്യത്തെക്കുറിച്ച്, ജനങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. അതിൽ നിന്ന് വിഭിന്നമായിട്ട് കാർഷിക ബന്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ മൂല്യത്തെക്കുറിച്ചും പറയുന്ന ഒരു കൃതിയാണ് ഐനി അക്ബരി. കൂടാതെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്: ഡിഫറൻസ് ബിറ്റ്വീൻ ഉത്കഷ്ട ആൻഡ് പൈകഷ്ട, വാട്ട് ഡു യു മീൻ ബൈ ചെക്മാനി സിസ്റ്റം, വാട്ട് മീൻ ബൈ ജിൻസി കാമിൽ, പെർഫെക്റ്റ് ക്രോപ്സിനെ കുറിച്ചാണ്, പരുത്തി, കരിമ്പ് തുടങ്ങിയ. പിന്നെ അഗ്രേറിയൻ സൊസൈറ്റി ഇൻ മുഗൾ റൂൾ, വാട്ട് ഈസ് ഡിഫറൻസസ് ബിറ്റ്വീൻ ജമ ആൻഡ് അസിൽ, വാട്ട് ഡു യു മീൻ ബൈ മിൽക്കിയാത്ത്, ഹു മീൻസ് ദ അഗ്രേറിയൻ സൊസൈറ്റി ഇൻ മുഗൾ പീരീഡ്, വുമൺസിൻ്റെ അഗ്രേറിയൻ സൊസൈറ്റിയിലുള്ള സ്ഥാനം, വാട്ട് മീൻ ബൈ മിൽക്കിയാത്ത്, പിന്നെ ജമ, ഹസിൽ, പിന്നെ ലിമിറ്റേഷൻ ഓഫ് ഐനി അക്ബരി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ പാഠഭാഗം നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓൾ ദി ബെസ്റ്റ്.